കൊടുംകാടിലൂടെ കാടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് മണിക്കൂറുകളോളം ഒരു യാത്ര. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിറുവാണി ഡാമിൻ്റെ കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ യാത്ര. ഇവിടെ അടുത്തടുത്തായി 2 ഡാമുകളുണ്ട്. ഒന്ന് കാഞ്ഞിരപ്പുഴയും മറ്റൊന്ന് സിറുവാണിയും. ഈ 2 ഡാമുകളും ഉറപ്പായും കണ്ടിരിക്കേണ്ട അതിമനോഹരമായ സ്ഥലങ്ങളാണ്. അതുപോലെ ഈ വഴിയിലൂടെയുള്ള യാത്രയും എടുത്തു പറയേണ്ട ഒന്നാണ്. ഇതൊരു മലയോര പ്രദേശമായ കാരണം പോകുന്ന വഴിയിലായി നിറയെ വ്യൂ പോയിൻറ്സും ഉണ്ട്. ഇങ്ങോട്ടുള്ള യാത്രക്കിടെ പാലക്കയം വരെ ബസ് വരുന്നത് കണ്ടിരുന്നു. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 44 കിലോമീറ്ററാണ് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് വരെയുള്ള ദൂരം. ഇതൊരു മലയോര പ്രദേശമായ കാരണം കുറച്ച് സമയമെടുക്കും അവിടെ ഡ്രൈവ് ചെയ്തെത്താൻ. മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് കയറി ഒരു 15 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറേ വ്യൂ പോയിൻറ്സുകൾ കാണാൻ കഴിയും. എല്ലാ വ്യൂ പോയിൻറ്സിലും നിർത്തി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടാസ്വദിച്ച് പോവാൻ ആഗ്രഹമുണ്ടായിട്ടും അവിടെയെല്ലാം നിർത്തി പോയാൽ ഒരുപാട് സമയമെടുക്കും സിറുവാണി ഡാമിലെത്താൻ. ഈ സ്ഥലം റീഓപ്പൺ ചെയ്ത ശേഷം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കുറേ പേർ ഈ സ്ഥലം തേടി വരുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കി വരുന്നവർ ഇവിടുത്തെ നെറ്റ്വർക്കിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഏകദേശം 20 കിലോമീറ്റർ അകത്ത് യാത്ര ചെയ്യേണ്ടതായുണ്ട്. അതിലേകദേശം 4-4.5 കിലോമീറ്ററും ചെറിയ ഓഫ് റോഡാണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികൾ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയൂ. ഈ ഭാഗങ്ങളിലൊന്നും അധികമായി കാണാൻ കഴിയാത്ത ചെങ്കുറിഞ്ഞി മരവും ഈ കാട്ടിനുള്ളിലുണ്ട്. സിറുവാണിയിലേക്ക് വരുന്നവർ ഈ കാഴ്ചകളൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. കാടിനുള്ളിലേക്ക് പോകുന്തോറും കാലാവസ്ഥ ആകെ മാറി വരുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ഇഞ്ചിക്കുന്ന് ചെക്ക് പോസ്റ്റിനടുത്തെത്തി. ഇതാണ് സിറുവാണി എക്കോ ടൂറിസം പദ്ധതിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നല്ല കാറ്റാണ് ഇവിടെ. മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. മിക്കവാറും കാട് കയറുമ്പോൾ അകത്ത് മഴ കിട്ടാനാണ് സാധ്യത. ഇവിടെ ഇനി രജിസ്റ്റർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോവാൻ. വണ്ടി നമ്പറും എത്ര ആളുകളുണ്ട് എന്നും ഇവിടെ പറയണം. മുൻകൂട്ടി സ്ലോട്ട് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. അതുപോലെ 2 വീലേഴ്സ് അലൗഡ് അല്ല. നമ്മൾ വരുന്ന വണ്ടിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാനായി കൂടെ ഒരു ഗൈഡും വരും. ഒരു വീക്കെൻഡാണ് ഞാനിവിടെ വന്നത്. ഇവിടുത്തെ ഫോറസ്റ്റ് സഫാരി ബുക്ക് ചെയ്യേണ്ട നമ്പരും ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രാവിലെ 9 മണി മുതലാണ് ഇവിടെ സ്ലോട്ടുകൾ ഓപ്പണായി തുടങ്ങാം. കഴിയുന്നതും രാവിലെ തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കുക. കാടായ കാരണം ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ഇവിടെ ഇരുട്ട് കയറും. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെല്ലാം റോഡിലേക്ക് ഇറങ്ങാറുണ്ട്. അത് കാരണം വൈകുന്നേരം 5 മണിക്ക് ശേഷം ആരെയും അകത്തേക്ക് അനുവദിക്കാറില്ല. സ്ഥലം കാണാനായി പോയവരും 5 മണിക്ക് മുൻപായി തിരിച്ചെത്തണം. കുറച്ചുകൂടി ഡ്രൈവ് ചെയ്തതും സിറുവാണി ഡാമിൻ്റെ എൻട്രൻസിനടുത്തെത്തി. കേട്ടറിഞ്ഞൊരു സംഭവമാണ്, ഇതുവരെ ഈ ഡാമിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഈ ഡാം കെട്ടിക്കഴിഞ്ഞ സമയത്ത് പ്രശസ്തരായ പലരെയും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചെങ്കിലും യാദൃശ്ചികം എന്ന് പറയാം, ഉദ്ഘാടനത്തിന് മുൻപായി അവരെല്ലാം മരണപ്പെട്ടു. അതിനുശേഷം ഈ ഡാമിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇത് വെറും കേട്ടറിഞ്ഞ കാര്യം മാത്രമാണ്. ഇതിലെത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല. സാധാരണ ജനങ്ങൾക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യാൻ അനുവാദമില്ല. പാലക്കാടിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത്. സിറുവാണി ഡാമിൻ്റെ വെള്ളത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. നല്ല ടേസ്റ്റുള്ള വെള്ളമാണ് സിറുവാണിയിലെ വെള്ളം എന്നാണ് പറയപ്പെടുന്നത്. ഇത് കാണുമ്പോൾ തമിഴ്നാട് കോവിലിൻ്റെ എൻട്രൻസുകളാണ് ഓർമ്മ വരുന്നത്. കേരള തമിഴ്നാട് ബോർഡറിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കോയമ്പത്തൂരിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഒരു ഡാമാണിത്. ലോകത്തിൽ തന്നെ വെള്ളത്തിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സിറുവാണിയിലെ വെള്ളം റാങ്കിങ്ങിൽ 2ാമതാണ് നിൽക്കുന്നത്. അതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാം ഒരുമിച്ച് കിട്ടില്ല എന്ന് പറയുന്ന പോലെ നിർഭാഗ്യവശാൽ ഈ ഡാമിലെ വെള്ളം മുഴുവൻ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഈ ഡാമിലെ വെള്ളം ഉപയോഗിക്കാനുള്ള അവകാശമില്ല. കരാറനുസരിച്ച് ഈ ഡാമിലെ വെള്ളത്തിൻ്റെ അവകാശം മുഴുവൻ തമിഴ്നാട്ടുകാർക്കാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതും വേറെ എവിടെയും വണ്ടി നിർത്തിയില്ല. ആദ്യത്തെ ബ്രേക്ക് എടുത്തതും ഈ സ്ഥലത്താണ്. ഇനി ഈ വഴി കുറച്ച് താഴേക്കാണ് ഇറങ്ങുന്നത്. നെറ്റ്വർക്കൊന്നുമില്ലാതെ തിരക്കുകളും മൊബൈലും എല്ലാം മാറ്റിവെച്ച് മനോഹരമായ കാടിൻ്റെ കാഴ്ചകളും ആസ്വദിച്ചൊരു യാത്രയാണിത്. വരുന്ന വഴിയിൽ കണ്ടൊരു പാലമാണിത്. നമ്മൾ മുകളിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് പോകുന്ന ഭാഗം കണ്ടിരുന്നു. ആ സ്ഥലത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതാണ് ഡാമിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ആയി വരുന്ന സ്ഥലം. അങ്ങോട്ട് നോക്കുമ്പോഴേ അറിയുന്നുണ്ട് വെള്ളത്തിൻ്റെ ആ തെളിമ. മറ്റൊരു സംഭവം, ഈ ഡാമിന് ഷട്ടറില്ല. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് നമുക്കൊരു സംശയം തോന്നാം.
ഡാമിൽ വെള്ളം കൂടുമ്പോൾ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് വിടുന്നതും അത്യാവശ്യ ഘട്ടങ്ങളിൽ വെള്ളം പുറത്തേക്ക് വിടുന്ന പരിപാടികളൊന്നും ഇവിടെയില്ല. ഷട്ടർ ഓപ്പനും ക്ലോസും ചെയ്ത് വെള്ളം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ ഇവിടെയില്ല. പകരം വെള്ളം നിറഞ്ഞാൽ അത് ഓവർഫ്ലോ ആയി പുറത്തേക്ക് ഒഴുകിപ്പോകും. റിസർവ് ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സിർവാണി ഡാം 1983 നിർമ്മാണം ആരംഭിച്ചത്. 1984 നിർമ്മാണം പൂർത്തിയായ വർഷം. ഈ ഡാം കേരളത്തിലാണെങ്കിലും വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും കേരളത്തിലുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള അവകാശമില്ല. ഡാമിൽ നിന്ന് ഓവർഫ്ലോ ആയി പുഴയിലേക്ക് പോകുന്ന വെള്ളം അത് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം പുഴയിലേക്കാണ് ചേരുന്നത്. ആ വെള്ളമാണ് ഇവിടെ കോളനിയിലുള്ളവർ ഉപയോഗിക്കുന്നത്. അതായത് ഇങ്ങനെ ഓവർഫ്ലോ ആയി വരുന്ന പുഴയിലേക്ക് ചേരുന്ന വെള്ളം കേരളത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം. പാലത്തിൻ്റെ ഒരു ഭാഗത്തായാണ് ഡാമിലെ വെള്ളം ഓവർഫ്ലോ ആയി വരുന്ന ഭാഗം, മറുഭാഗത്ത് പുഴയാണ്. ഇഞ്ചിക്കുന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുന്നത് മുത്തിക്കുളം ഫോറസ്റ്റ് റേഞ്ചിലേക്കാണ്. ഇവിടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 36 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പുറം ലോകമായി അധികം ബന്ധമൊന്നുമില്ലാതെ കാടിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ച് പോകുന്നവരാ ഇവരെല്ലാം. കാട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കണ്ടെത്തി ജീവിച്ച് ഈ കാട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന കുറച്ച് കുടുംബങ്ങൾ. അവർക്കൊരു ജോലി കൊടുക്കുക, അതുപോലെ അവർക്കൊരു വരുമാനമുണ്ടാക്കി കൊടുക്കാൻ കൂടി വേണ്ടിയാണ് ഈ സിർവാണി എക്കോ ടൂറിസം റീഓപ്പൺ ചെയ്തിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ സഹായിക്കാനായി റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ഗൈഡുകൾ കൂടുതൽ പേരും ആ കോളനിയിൽ നിന്നുള്ളവരാണ്. ഈ കാടിനെ നന്നായി അടുത്തറിയുന്നതും അവർ തന്നെയാണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായി ഈ കാട്ടിലെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടും യോഗ്യരായവർ. ഇനി ഈ ട്രിപ്പിൻ്റെ അവസാനത്തെ ഭാഗമായ കേരളമേട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ഫോറസ്റ്റ് ടിക്കറ്റ് സ്റ്റേഷനുണ്ട്. ഇതിനപ്പുറത്തേക്ക് വണ്ടി കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് നടക്കണം. ആ ടിക്കറ്റ് സ്റ്റേഷനിൻ്റെ അടുത്ത് നിന്ന് 5 മിനിറ്റ് മുന്നോട്ട് നടന്നാൽ കേരള തമിഴ്നാട് ബോർഡറിന് അടുത്തെത്തും. ഇവിടെ ഇനി 1 കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്യണം. പുൽമേട്ടുകൾക്കിടയിലൂടെ ചെറിയൊരു ട്രക്കിംഗ്. നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയാൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമായത്. ട്രക്കിങ്ങിൻ്റെ തുടക്കത്തിൽ കുറച്ചു ദൂരം മാത്രമേ കയറാൻ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പത്തിൽ മുകളിലേക്ക് കയറാൻ കഴിയും. ഏകദേശം 20 മിനിറ്റുകൾക്കുള്ളിൽ മുകളിലേക്ക് കയറിയെത്താൻ കഴിഞ്ഞു. ശരിക്കും ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നാൽ താഴെ കോയമ്പത്തൂരിലുള്ള പല സ്ഥലങ്ങളും കാണാൻ കഴിയും. കുട്രോളം വാട്ടർഫോൾസും ആദിയോഗിയും ആ ശിവൻ്റെ വലിയ സ്റ്റാച്യുവും ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. വീണ്ടും റോഡ് കുറച്ച് മോശമാണ്. നിറയെ വണ്ടികൾ അകത്തേക്ക് പോയിട്ടുണ്ട്. ഓപ്പോസിറ്റൊക്കെ ഒരു വണ്ടി വന്നാൽ ശരിക്കും പെട്ടുപോകും. നല്ല എക്സ്പേർട്ട് ഡ്രൈവേഴ്സിന് മാത്രമേ ഇതുപോലുള്ള വഴികളിലൂടെ ഡ്രൈവ് ചെയ്യാൻ കഴിയൂ. ഇവിടെ വരുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ യാത്രക്കിടെ ഞാൻ കാണാൻ വിട്ടുപോയ കുറച്ച് കാഴ്ചകളുണ്ട്. ആദ്യത്തെ 4-5 കിലോമീറ്റർ ഓഫ് റോഡ് കഴിഞ്ഞതും ഒരു എസ് കർവ് വരും. അതിനുശേഷമാണ് നല്ല റോഡ് ആരംഭിക്കുന്നത്. ആ ഭാഗത്തായി നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. അതുപോലെ ഈ കാടിനുള്ളിൽ കുറേ ഔഷധ ചെടികളും മരങ്ങളെല്ലാം ഉണ്ട്. അങ്ങ് ദൂരെയായി ആ മലമുകളിൽ നിന്ന് വീഴുന്ന വെള്ളച്ചാട്ടവും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ തൊട്ടരികിലായി സിർവാണി ഡാമും നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്.